ഷാജി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്നാണ്. ഷാജി, നമസ്കാരം. ഭായി നമസ്കാരം. അല്ല, ഇത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോ പിന്നെ SIT അന്വേഷിച്ചു, പിന്നെ ഹൈക്കോടതി ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വീക്ഷണത്തിൽ അന്വേഷിച്ചു. പല ആവർത്തി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞു, പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തി, ഇന്ന നീക്കങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൽ CPM അല്ല അന്വേഷിച്ചത്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ വിധിയിൽ ഈ ജഡ്ജി പറയാണ്, ഇമ്പോർട്ടൻ്റ് അക്കോർഡിംഗ് ടു ദ പെറ്റീഷണർ ഹി വാസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ 2 crimes on a fine morning solely on the act of retaliation by the government, considering the strong stand taken by him in connection with the entry of women in the sacred Sri Ayyappa temple at Shabarimala a few years back. It is alleged by the petitioner that the petitioner, as Tantri and the guardian of customs and rituals of the sacred temple, had taken a strong stand opposing the entry of women of a particular age group into the sacred premises of Sri Ayyappa temple. The petitioner also had taken a strong stand opposing the stand of the government to oppose the temple to open the temple on all days against religious customs and convictions prevailing in the temple. ഇങ്ങനെ താൻ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ നിന്നതുകൊണ്ടാണ് തനിക്ക് ഈ പ്രശ്നം വന്നത് എന്നാണ് തന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു തെളിവുമില്ലാതെ പിടികൂടുകയാണ് എന്ന് ഇത് പറയുന്നത് സർക്കാരിന് നേരെയല്ലേ ഇയാൾ ചൂണ്ടുന്നത്? അതെ, പറയുന്നേക്ക് ഞാനത് പറഞ്ഞോട്ടെ. ഇത് തന്ത്രിയുടെ വാദമല്ലേ? തന്ത്രിയുടെ വാദം തന്ത്രി ഇങ്ങനെ പറഞ്ഞില്ലേ? വാദം തന്നെ ഞാൻ പറയുന്നത്, എന്റെ വാദമല്ല. അതെ, തന്ത്രിയല്ലേ. രമേശ് ചെന്നിത്തല ഇരുന്നുകൊണ്ട് പറയുന്നു, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ഒരു സ്വർണ്ണ കേസ് പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കി. അന്നേരം ഉടനെ പിന്നെ പത്രക്കാർ ചോദിച്ചു, പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ വിളിച്ചായിരുന്നോ നിങ്ങളുടെ ഓഫീസിലേക്ക്? അല്ല, ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാളെ പിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. അയാൾ ബോംബെയിലോ ഹൈദരാബാദിലോ എങ്ങാണ്ടാ പിന്നെ പൊങ്ങിയത് എന്നതുപോലെ ഇവിടെ ഇരുന്നോണ്ടങ്ങ് പറയുകയാണ്. തന്ത്രിയാ പറയുന്നേ, തന്ത്രിയെ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ ഇവര് പിന്നെ അപ്പീൽ പോകുമെന്നും പറയുന്നു SIT. അപ്പൊ ഇതെല്ലാം വരട്ടെന്ന്, അവരെ വെറുതെ ഒന്നും വിട്ടിട്ടില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എന്നല്ലല്ലോ പക്ഷേ ഇപ്പൊ ഒരു തെളിവുമില്ല എന്ന് ഈ വിധിയിലുണ്ടല്ലോ. അപ്പീൽ പോകാനായിട്ട് ഇരിക്കുകയല്ലേ, അവരെ തെളിവില്ലാഞ്ഞിട്ടാണോ? പിന്നെ ഇത്രയും നാള് ഡിവിഷൻ ബെഞ്ച് പിന്നെ എല്ലാം തൃപ്തികരമായി എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടത് പൊട്ടന്മാരാണോ? നിങ്ങൾ എന്തിനാ അങ്ങനെയുള്ള വാർത്തകൾ അന്നേരം പറയുന്നേ? അല്ല, ഇത് ഞങ്ങൾ എന്ത് വിശ്വസിക്കണം? അല്ല, അത് ഞാൻ സമ്മതിച്ചു. ഇത് SIT നൽകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വാർത്ത കൊടുത്തിട്ടുണ്ടോ. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശ്രീധരൻപിള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നിയന്ത്രിച്ചത് ഞാനാണെന്ന്. അതെ, അത് കാണാതെ പോകരുത്. ഇദ്ദേഹത്തെ